പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? സന്തോഷമായിരിക്കുന്നുവോ? ഈ മാസത്തിലെ അവസാന ദിവസത്തിൽ എത്തിയിരിക്കുന്നു. ഇപ്പോഴാണ് ഒന്നാമത്തെ ദിവസം വന്നതുപോലെയുള്ളത്. അപ്പോഴേക്കും അവസാന ദിവസമായി. നാളെ ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ഈ ദിവസത്തിനായി നിങ്ങൾ ദൈവത്തെ കൂടുതലായി സ്തുതിക്കണം. ഒരു മാസം മുഴുവനും ദൈവം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, ആശ്വസിപ്പിച്ചിരിക്കുന്നു, നിർദ്ദേശങ്ങൾ തന്നിരിക്കുന്നു, അത്ഭുതം ചെയ്തിരിക്കുന്നു, ബലപ്പെടുത്തിയിരിക്കുന്നു. സകല നന്മകൾക്കും വേണ്ടി ദൈവത്തെ സ്തുതിക്കണം. ഈ മാസത്തിന്റെ ആരംഭം കണ്ട പലരും അവസാനം കണ്ടിട്ടില്ല. എന്നാൽ ദൈവം നമുക്ക് കൃപ തന്നു. ദയവോടെ ഞങ്ങളെ സുരക്ഷിതമായി നടത്തിയതിന് സ്തോത്രം ദൈവമേ എന്ന് പറയൂ. എന്നാൽ ദൈവം ഇന്ന് തരാൻ പോകുന്ന വചനം എന്താണെന്നറിയാമോ? 3 യോഹന്നാൻ 2-ാം അധ്യായം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. എന്താണെന്നറിയാമോ? നിങ്ങളുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നിങ്ങൾ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. നിങ്ങൾ ശുഭമായിരിക്കണം, സുഖമായിരിക്കണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. നിങ്ങൾ സുഖത്തോടെയും ആരോഗ്യമുള്ളവരുമായിരിക്കണം. നിങ്ങൾ ശുഭമായിരിക്കണം. കടം, വേദന, ദാരിദ്ര്യം ഇവയൊന്നുമില്ലാതെ. ദൈവം ഇവയെല്ലാം എനിക്ക് തന്നിരിക്കുന്നു. ദൈവം ദിനംതോറും എന്നെ പോഷിപ്പിക്കുന്നു, ഉടുപ്പിക്കുന്നു, കുറവില്ലാതെ നടത്തുന്നു എന്ന കുറവുകളില്ലാത്ത ഒരു അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരാനായി പ്രാർത്ഥിക്കുന്നു. അതിനല്ലേ യേശു കുരിശിലേറിയത്, കുരിശിൽ മരിച്ചത്? നമ്മുടെ ശാപം അനുഗ്രഹമാക്കി മാറ്റാൻ, വ്യാധികളെ സൗഖ്യമാക്കുവാൻ, പാപപ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുവാനല്ലേ കുരിശ് ചുമന്നത്? നമുക്കൊരു പരിപൂർണ അനുഗ്രഹം തരാനായി. അപ്പോൾ ഈ അനുഗ്രഹം എങ്ങനെയാണ് കിട്ടുക? നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ. ആദ്യം നമ്മുടെ ആത്മാവിൽ രക്ഷയുടെ സന്തോഷമുണ്ടാകണം. നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കർത്താവിൽ ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവണം. ആത്മാവ് ശുഭമായിരിക്കുമ്പോൾ മാത്രമേ മറ്റുള്ള അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കൂ. ആത്മാവിൽ ആത്മീക കാര്യങ്ങൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ആദ്യം നമ്മുടെ ആത്മാവിനെക്കുറിച്ച് ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ. നിന്റെ ആത്മാവ് ശുഭമായിരിക്കണം, യേശുവോടൊത്തിരിക്കണം, യേശുവിൽ നിലനിൽക്കണം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞിരിക്കണം എന്നതിൽ ശ്രദ്ധ പതിപ്പിക്കണം. അതിന് ദിവസവും ബൈബിള് വായിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തോടൊത്തുള്ള കൂട്ടായ്മ ബലപ്പെടുത്തണമെന്ന് പറയുന്നത്. അതിന്റെ ബലത്താൽ മാത്രമേ ദൈവത്തിന്റെ എല്ലാ ആശീർവാദങ്ങളും തരാൻ സാധിക്കൂ. അതുകൊണ്ട് ദൈവത്തോട് പറയൂ, ദൈവമേ, എന്റെ ആത്മാവ് എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ അങ്ങയോട് ചേർന്നിരിക്കണം, അങ്ങ് എന്റെ ഉള്ളിൽ വസിക്കണം. അങ്ങയുടെ ആത്മാവിൽ നിറഞ്ഞിരിക്കണം. അങ്ങയുടെ വചനം കൊണ്ട് എന്റെ ഹൃദയം നിറഞ്ഞിരിക്കണം. ഞാൻ അങ്ങയെ വിട്ടു മാറാൻ പാടില്ല. എപ്പോഴും അങ്ങെന്റെ കൂടെ ഉണ്ടാവണം. എന്റെ ആത്മാവ് ശുഭമായിരിക്കാനായി എന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് പറയൂ. ഇന്ന് തന്നെ ദൈവം നിങ്ങളുടെ കുറവുകളെ നികത്തി നിങ്ങളെ സന്തോഷിപ്പിക്കും. ശരിയല്ലേ? ദൈവമേ, എന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ ഞാൻ സുഖത്തോടെ ജീവിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച ആത്മാവിന് രക്ഷ നൽകിയിരിക്കുന്നു. എന്റെ ആത്മാവ് എപ്പോഴും സന്തോഷിച്ചാനന്ദിക്കണം. അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും എന്റെ കൂടെയുണ്ടാവണം. അങ്ങയുടെ വേദവാക്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കണം. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കണം. എനിക്ക് നല്ല സൗഖ്യം അരുളണമേ. ഇപ്പോൾ തന്നെ വ്യാധിയും ബലഹീനതയും മാറി പരിപൂർണ സൗഖ്യമുണ്ടാക്കി ജീവിക്കാൻ ഇടയാക്കിയിരിക്കുന്നു. എന്റെ കുടുംബത്തിലെ ദാരിദ്ര്യവും പണക്കഷ്ടപ്പാടും നീക്കി എനിക്ക് സമൃദ്ധിയും നന്മയും തരുന്നതിനായി സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ